ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലേക്കാണ് കയറുന്നത്. ചാപ്റ്റർ 8 ഗ്രാവിറ്റേഷൻ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിനു മുമ്പ് +1 പഠിച്ച സ്കൂളിലെ നോട്ട്സ് കയ്യിൽ സൈഡിൽ എടുത്തിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. അതാത് സമയത്ത് ഓരോ ടോപ്പിക്കിലും അത് ഏത് വർഷമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. അതേപോലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ആദ്യത്തെ ടോപ്പിക്കാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. എവറി പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഇൻ this universe attracts every other particle with a force which varies directly as the product of their masses and inversely as the square of the distance between them. അപ്പോൾ രണ്ട് മാസുകൾ ഈ യൂണിവേഴ്സിൽ എവിടെയാണെങ്കിലും അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് എന്ന് വെച്ചാൽ എഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസസ്. ഒന്ന് m1 ഒന്ന് m2 ആണെങ്കിൽ m1 m2. അതേപോലെ അത് ഈ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് മാസസ്. ഇത് m1ഉം ഇത് m2ഉം ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r-ഉമാണെങ്കിൽ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് നമുക്ക് എഴുതാം എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ r². അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ജി m1 m2 ബൈ r². ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. ന്യൂമറിക്കൽസ് ചോദിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഇക്വേഷനാണ്. ഇതിനകത്തുനിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മാസ് ഈ രണ്ട് മാസിൻ്റെയും ഏതിൻ്റെങ്കിലും, രണ്ടും ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്താൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ടു മാസ് കൂടിയാൽ ഫോഴ്സ് കുറയും. അതേപോലെ ഈ ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് കൂടും. അതും ഈ ഒരു സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ജി എന്നാൽ യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് ഓഫ് ഗ്രാവിറ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഈ സമയത്ത്. ജി ഈസ് ഈക്വൽ ടു നോക്കൂ 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇത് എങ്ങനെയാണ് ഈ SI യൂണിറ്റ് വന്നത് നോക്കാം. നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ബൈ r² ആണല്ലോ. അങ്ങനെയാണ് ജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എഫ് r² അങ്ങോട്ട് പോകും ഇൻറ്റു r² ബൈ m1 m2. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം കിലോഗ്രാം സ്ക്വയർ. അതേപോലെ ഈ സമയത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഡയമെൻഷൻസ് ഓഫ് ജി എന്താണ്? m⁻⁻1 L³ T⁻². അതായത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ് എഴുതുക, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ സ്ക്വയർ എഴുതുക, മാസിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു മാസിൻ്റെ ഡയമെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, പിന്നെ പോയിൻ്റ് നോക്കേണ്ടത് SI യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, അതുതന്നെയാണ് നമുക്കിവിടെ ഇവിടുന്ന് എഴുതിയിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ടോപ്പിക്കാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ യൂണിഫോം ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫ്രീലി ഫാളിംഗ് ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ട് ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന ആക്സിലറേഷനാണ് വെൻ ഇറ്റ് ഈസ് ഇൻ ഫ്രീ ഫാൾ. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. ഓക്കെ, അതിന് നമ്മൾ ജി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ജി, അതിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ശരിക്കും നമ്മൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ജി ആൻഡ് സ്മോൾ ജി, അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലൊരു റിലേഷനുണ്ട്.
ആ റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബോഡിയുടെ മാസ് എം ആണെന്ന് കരുതുക. അത് ഭൂമിയുടെ എർത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ എം ആണ്, ഭൂമിയുടെ റേഡിയസ് ആറാണെന്ന് എടുക്കുക. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ dp/dt മാസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിലേഷനാണ് F=ma അല്ലേ? നമ്മൾ ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ F= ഒരു ബോഡി സർഫസിൽ എർത്തിൻ്റെ സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ മാസ്, ബോഡിയുടെ മാസ് ഇൻറ്റു അതിൻ്റെ ആക്സലറേഷൻ, ഇപ്പോൾ അറിയപ്പെടുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന്. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്ക് പകരം mg കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ ലോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് നമുക്കറിയാം F=g, ഭൂമിയുടെ മാസ് ഇൻറ്റു നമ്മളിപ്പോൾ വെച്ച ബോഡിയുടെ മാസ് ബൈ R². ഓക്കെ, ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈക്വേഷനെ എ എന്നും ഈക്വേഷനെ നമ്മൾ ബി എന്നും വിളിക്കുകയാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. കാരണം ഭൂമി ആ ബോഡിയെ അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഫോഴ്സ് ഇവർക്കിടയിൽ ഉണ്ടാകുന്നത്. അത് എന്തിന് തുല്യമാണ്? ആ ബോഡിയുടെ മേലെ ഉണ്ടാകുന്ന mg. ഓക്കെ, ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എമ്മിനെയും ഈ എമ്മിനെയും ക്യാൻസൽ ചെയ്യാം. നമുക്ക് കിട്ടും G=GM/R². അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്ന് നോക്കിയാൽ ഇതിനകത്തൊരു കാര്യം വ്യക്തമാണ്. ഒരു ബോഡിയുടെ മേലെ ഉണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ ബോഡിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മാസ്. പ്ലീസ് നോട്ട് ദ പോയിൻറ്റ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഒരു ബോഡി, ഒരു ആന താഴോട്ട് വീണാലും ഒരു ഉറുമ്പ് താഴോട്ട് വീണാലും രണ്ടിനും ഒരേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അത് 9.8 m/s² ആയിരിക്കും. അത് നമ്മൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് പറയേണ്ടത്? G=GM/R² ആണ്. ഹിയർ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസാണ്, ഇവിടെ ബോഡിയുടെ മാസ് ഇല്ല. സോ ഇറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. ഓക്കെ, ആ പോയിൻ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അടുത്ത ടോപ്പിക്കാണ് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ വിത്ത് ഹൈറ്റ്. ഇത് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഡിറൈവ് ചെയ്ത് പഠിക്കുമ്പം ഈ ഒരു ഡയഗ്രാം അവിടെ തീർച്ചയായും ആ ഡെറിവേഷനിൽ നിങ്ങൾ വരയ്ക്കണം. ഇത് എർത്താണ്, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റലാണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സർഫസിലേക്കുള്ള ദൂരമാണല്ലോ റേഡിയസ്. അവിടുന്ന് ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നു, പി എന്ന് പറഞ്ഞ പോയിൻ്റ്. അത് h ഉയരത്തിലാണ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ എന്തായാലും വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഭൂമിയുടെ സർഫസിലാണ് വെച്ചതെങ്കിൽ ഒരു ചെറിയ മാസ് m ഭൂമിയുടെ സർഫസിലാണ് വെച്ചതെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G=GM/R² ആണ്. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുത്തിരിക്കുന്നു. എന്നാൽ ഒരു ഹൈറ്റ് എച്ചിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇനി ജിയെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് നോക്കൂ, GH എന്നാണ്. ഇതിൻ്റെ അർത്ഥം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h ഫ്രം ദ സർഫസ് ഓഫ് എർത്താണ്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, ഇത് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇവിടെ വന്ന് മാറ്റം ശ്രദ്ധിക്കുക. ആറിന് പകരം R+h ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. R² ഉള്ളതുകൊണ്ട് ഇവിടെ R+h². ഇനി നമുക്ക് ഇത് രണ്ടിൻ്റെ റേഷ്യോ എടുക്കാം. ഇക്വേഷൻ നമ്പർ 2/1 ഗിവ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതേപോലെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക? ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ജിയും രണ്ട് സൈഡിലും വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പം കൺഫ്യൂഷൻ ആവും ചില കുട്ടിക്ക്. ഇതെങ്ങനെ ഈ R² ഇവിടെ വന്നു എന്ന്. റൈറ്റ്, R² വന്നത് ഇങ്ങനെയാണ്. മുകളിലുള്ള R² മാറ്റമൊന്നുമില്ല, അടിയിൽ സ്ക്വയറിനും മാറ്റമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഞാൻ ഇതിനകത്ത് നിന്ന് 6 പുറത്തെടുത്തു. 6 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ടാവുക. പ്ലസ് ഇവിടെ 6 ഇല്ലാത്തത് കൊണ്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ഞാൻ /6 ഇട്ടിരിക്കുകയാണ്. ഇനി ഈ R²ന് ഈ 6നെ നമ്മൾ സ്ക്വയർ ചെയ്താൽ R² എന്ന് കിട്ടും. അതുപോലെ ബാക്കിയുള്ള ടേമിൻ്റെ സ്ക്വയർ ഇവിടെ ഉണ്ട് താനും. നോക്കൂ, ഈ R² ഈ R² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതുപോലെ ആയിരിക്കും. ആ ഇക്വേഷൻ തന്നെയാണ് നിങ്ങൾ ഇവിടെയും കാണുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും നോക്കൂ. ഈ ടേമിനെ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ 1+h/r² ഇത് മേലോട്ട് കൊണ്ടുപോകുമ്പോൾ 1 × 1+h/r⁻² എന്ന് വരും. ഇവിടെയാണ് ക്രൂഷ്യലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബൈനോമിയൽ തിയറം
by binomial theorem for h is very very less than capital R. എന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് സർഫസിൽ നിന്ന് എടുക്കുന്ന എച്ച് വളരെ ചെറുതാണ് ആസ് കമ്പയർ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആർ. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ബൈനോമിയൽ തിയറം അനുസരിച്ച് ഇതിനകത്ത് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം കിട്ടുന്ന സീരീസിൽ നിന്ന് എച്ച് ബൈ ആറിൻ്റെ ഹയർ പവർ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം ആർ സ്ക്വയർ ആർ ക്യൂബ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ അടിയിലുള്ളത് വളരെ കൂടുമ്പോൾ ഇത് നെഗ്ലക്റ്റ് ആയിപ്പോൾ അല്ലെങ്കിൽ വളരെ ചെറുതായി പോകും. അതുകൊണ്ട് നമുക്കതൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ ഒരു ട്രിക്ക് ഓർത്ത് വെച്ചാൽ അത് ഈ -2 ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ GH/G = 1+ എന്നുള്ളത് എന്താവും, 1 - ഇത് 1 - 2H/R ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് GHന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാലോ. ഈ ജീനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെയാണ് നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ നിർത്തേണ്ടത്. ഓക്കെ, വിത്ത് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h എന്നുള്ളതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ ഇവിടെയാണ് നിർത്തേണ്ടത്. ഇനി ചിലപ്പോൾ ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് എത്താം. എങ്ങനെ നോക്കൂ, ഈ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി. ഈ മൈനസ് ടേമിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി GH + G2H/R എന്ന് കിട്ടി = G. ഇനി എന്ത് ചെയ്യുന്നു, ഈ GHന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി = 2GH/R ആണ്. ഓക്കെ, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ന്യൂമറിക്കൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആവശ്യം വരും, ഓർത്ത് വെച്ചോളൂ. അപ്പോൾ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് ആണ്. നേരത്തെ ഭൂമിയുടെ സർഫസിൻ്റെ മുകളിലേക്കാണ് പോയതെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഭൂമിയുടെ സർഫസിനകത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ അവിടെ തീർച്ചയായും വരച്ചിരിക്കേണ്ട ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രാം ഇതേപോലെയാണ്. ആദ്യം ഭൂമിയെ വരയ്ക്കുക, അതിൻ്റെ സെൻറ്റർ O എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമിയുടെ സർഫസിൽ നിന്നും കുറച്ച് അടിയിലേക്ക് പോവുക. ഇതിനെ നമ്മൾ D എന്ന് വിളിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ നിന്ന് അങ്ങോട്ടുള്ള മാസിനെ ഈ ബോഡിയെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ദൂരം R ആണെന്ന് മറന്നു പോകരുത്. ഈ ദൂരം D ആണ്, അതായത് സർഫസിൽ നിന്നും ഒരു ഡെപ്ത്. അങ്ങനെയാണെങ്കിൽ ഇതെത്ര ഉണ്ടാകും, R - D ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ എഴുതേണ്ടത് നോക്കൂ. ഫ്രം ഇക്വേഷൻ G = Gm/R². നമുക്ക് ഓൺ ദി സർഫസ് ഉള്ളത് കിട്ടും. അറ്റ് എ ഡെപ്ത് D, ഞാൻ നേരത്തെ ഹൈറ്റിന് H കൊടുത്ത പോലെ ഞാൻ ഡെപ്തിന് D കൊടുക്കുന്നു. അപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞു പിന്നെ ഇത്രയും മാസിനെ, ഭൂമിയുടെ മാസിനെ ഈ ബോഡിയെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഞാനിവിടെ M' ഇട്ടത് ഓർത്ത് വെക്കണം. അപ്പോൾ Gm'/R പകരം നമുക്ക് ഇവിടെയാണ് ഇപ്പോൾ ബോഡി ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് മതി R - D². ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നേരത്തെ ചെയ്തതുപോലെ ഇതിനെ ഇക്വേഷൻ നമ്പർ A എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ B എന്നും ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് A/B ഗീവ്സ് എന്താ കിട്ടുക, A/B അല്ല, നമുക്ക് GD അല്ല കിട്ടുന്നത്. അപ്പം നമുക്ക് B/A ഗീവ്സ് ഇക്വേഷൻ B/A നമുക്ക് കിട്ടുന്നു. GD/G = ആദ്യം ഇത് എഴുതുന്നു, ഡിവൈഡഡ് ബൈ ഇത് എഴുതുമ്പോൾ R² മുകളിൽ പോകും, GM അടിയിൽ വരും. ഓക്കെ, ഇവിടെ നമുക്ക് വെട്ടാൻ പറ്റുന്നത് ക്യാപിറ്റൽ G മാത്രം. ഓക്കെ, എന്താണ് M' എന്ന് നോക്കാം അല്ലേ. ഡെൻസിറ്റി = മാസ്/വോളിയം ആണെങ്കിൽ മാസ് എന്ത് വരും, മാസ് ഡെൻസിറ്റി × വോളിയമാണ് വരിക. അപ്പോൾ ഇവിടെ M' എന്നുള്ളത് ഭൂമിയുടെ ഡെൻസിറ്റി എല്ലായിടത്തും ഒരുപോലെയാണ്, മാസ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ. അപ്പോൾ ഈ M' ഡെൻസിറ്റിയെ നമുക്ക് റോ എന്ന് തന്നെ വിളിക്കാം. വോളിയത്തിന് പകരം 4/3π ഇവിടെ വരെയുള്ള മാസിന് നമ്മൾ ഇവിടം വരെയുള്ള എന്താ എടുക്കേണ്ടത്, വോളിയമാണ് എടുക്കേണ്ടത്. അപ്പോൾ R - D². ഇതെന്തുകൊണ്ട് വന്നു, വോളിയത്തിൻ്റെ ഒരു ഗോളത്തിൻ്റെ വോളിയം അല്ലെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ വോളിയം 4/3πr³ ആണ്. ഇൻറ്റു R² മാറ്റമൊന്നുമില്ല, ഡിവൈഡഡ് ബൈ R - D² ഇൻറ്റു M എന്താണ്, റോയ്ക്ക് മാറ്റമൊന്നുമില്ല, മൊത്തം ഭൂമിയുടെ മാസാണ്. അപ്പോൾ 4/3π മൊത്തം റേഡിയസ് ക്യൂബ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ വെട്ടാം, റോയും വെട്ടാം, 4/3യും 4/3യും വെട്ടാം, പൈയും വെട്ടാം. R² R³ രണ്ടെണ്ണം വെട്ടിയാൽ ഇവിടെ ഒരു R ബാക്കിയാകും.
ആർ മൈനസ് ഡി ഓൾ ക്യൂബും ആർ മൈനസ് ഡി ഓൾ സ്ക്വയറും വെട്ടിയാൽ മുകളിൽ ഒരു ആർ മൈനസ് ഡി ബാക്കിയാകും. അത് നമുക്ക് മറന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ തന്നെ എഴുതി വെക്കാം. മുകളിൽ ഒരു ആർ മൈനസ് ഡി ബാക്കിയുണ്ടാവും, അടിയിൽ ഒരു ആറും ബാക്കിയുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടി ഇവിടെ എഴുതാം. ജി ഡി ബൈ ജി ഈസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ബൈ ആർ. ഓക്കെ, ഇവിടുന്ന് നമുക്കൊരു 6 പുറത്തേക്ക് എടുത്താലോ? മുകളിൽ നിന്ന് 6 പുറത്ത് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ഡി ബൈ ആർ വരും. കാരണം ഇവിടെ 6 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബൈ 6 ഇട്ട് കൊടുക്കണം. ഡിവൈഡഡ് ബൈ 6 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ജി ഡി ബൈ ജി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ എന്നാണ്. അപ്പോൾ ജി ഡി എന്താ കിട്ടുക? ഈ ജി അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ. അപ്പോഴത്തെ ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഈ ഇക്വേഷന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഇക്വേഷൻ ഒരു കാര്യം വ്യക്തമാണ്, ഡി കൂടുന്നതിനനുസരിച്ച് ഡി ബൈ ആർ കൂടി വരും. 1ൽ നിന്നും കൂടുതൽ സംഖ്യ കുറയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? 1നേക്കാൾ കുറഞ്ഞ സംഖ്യ ഇവിടെ കിട്ടും. 1ൽ നിന്നും ഒരു സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ 1നേക്കാൾ കുറഞ്ഞ ഒരു നമ്പറല്ല കിട്ടുക. അതിനെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1നേക്കാൾ കുറഞ്ഞ ഒരു സംഖ്യ കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനേക്കാളും കുറയും. അപ്പോൾ ജി ഡി നമുക്ക് ജിയേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ്. ഡി കൂടുന്നതിനനുസരിച്ച് ജി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ എഴുതി വെക്കേണ്ടത് ആസ് ഡെപ്ത് ഇൻക്രീസസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കാം. വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത്. അത് ഇങ്ങനെ ആയിരിക്കും. എക്സ് ആക്സിസ് വരയ്ക്കണം. എക്സ് ആക്സിൽ നിങ്ങൾ ഡിസ്റ്റൻസ് 6 കൊടുക്കണം. അത് മീറ്ററിൽ കൊടുത്തോളൂ. അതുപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ നിങ്ങൾ വൈ ആക്സിൽ കൊടുക്കുക. ഇതാണ് സെൻറ്റർ ഓഫ് എർത്ത്. അവിടെ നിന്നും നിങ്ങൾക്ക് ഡി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഡി എന്ത് ചെയ്യുക, ഡെപ്ത്ത് സെൻറ്ററിൽ എന്താ സംഭവിക്കുക? സെൻറ്ററിൽ ജി ഡി എന്താ ആകുക നോക്കൂ. അറ്റ് ദ സെൻറ്റർ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് ഡി എന്തായി മാറും? ഇതാണ് ഡി. സെൻറ്ററിലേക്ക് പോകുമ്പം ഈ ഡി എന്തിന് തുല്യമായി മാറും? ആറിന് ഈക്വലായി മാറും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1 മൈനസ് ആർ ബൈ ആർ എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ 1 കിട്ടും. ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 1 വരും. അപ്പോൾ ജി ഡി നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, അറ്റ് സെൻറ്റർ ഓഫ് ദി എർത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0. പിന്നെ നമ്മൾ വരുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? അത് ഡെപ്ത്ത് സെൻറ്ററിൽ നിന്ന് നമ്മൾ ആ ഡെപ്ത്ത് കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി വരുന്നു. അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്, അതായത് ക്യാപിറ്റൽ R ആണ്, അവിടെയാണ് എന്ത് മാക്സിമം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് 9.8 ആണ് നമുക്കറിയാലോ. പിന്നെ അത് കുറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഗ്രാഫ് വരച്ച് വെക്കുക, വരച്ച് പഠിക്കുകയും ചെയ്യാം. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. What is the height from the surface of earth at which acceleration due to gravity becomes half of its value at the surface of earth? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് ഹൈറ്റിനനുസരിച്ച് നമ്മളൊരു ഹൈറ്റിനനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലുള്ള മാറ്റം കാണിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് പഠിച്ചു. പക്ഷേ ഇങ്ങനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പകുതി ആവണമെങ്കിൽ നമ്മൾ കുറേ ദൂരം മേലോട്ട് പോകണം. അപ്പോൾ എച്ച് വളരെ ചെറുതാണെങ്കിലാണ് നമ്മൾ അവസാനം കിട്ടിയ നമുക്ക് ഇക്വേഷൻ നോക്കൂ, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h/r കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ എന്താണ്? അപ്രോക്സിമേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ജി എച്ച് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജി എച്ച് ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ, ഈ ജീന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ജി ഇൻറ്റു ആർ സ്ക്വയർ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് കിട്ടില്ലേ? നമ്മളോട് പറഞ്ഞത് ഈ ആക്സലറേഷൻ ഭൂമിയിൻ്റെ സർഫസിലുള്ള ജിയുടെ പകുതിയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എച്ച് എന്തായി മാറണം? ജി എച്ച് എന്തായി മാറണം? ജി ബൈ 2 ആകണം അല്ലേ? അപ്പോൾ നമ്മൾ ജി എച്ചിന് എന്ത് കൊടുക്കണം? ജി ബൈ 2
ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഈ ജിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2r സ്ക്വയർ എന്നാണ്. ഈ സ്ക്വയറിനെ ഒഴിവാക്കാൻ ഞാൻ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ റൂട്ട് എടുക്കുന്നു. ടേക്കിംഗ് റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് എന്ത് കിട്ടും, ആർ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ആർ എന്ന് കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ കിട്ടുക, നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ഹൈറ്റാണ് കാണേണ്ടത് അല്ലേ, എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 2r മൈനസ് ആർ എന്ന് കിട്ടും. എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1 ഇൻറ്റു ആർ കിട്ടും. ഇത് ഇങ്ങനെയും ചോദിക്കും, അത് അല്ലെങ്കിൽ നമ്മളോട് ഈ റേഡിയസ് ഓഫ് എർത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് അല്ലേ. 6400 കിലോമീറ്റർ എന്ന റേഡിയസ് ഓഫ് എർത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹൈറ്റ് കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് ദ ഡെപ്ത് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് അറ്റ് വിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കംസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്. നേരത്തെ മേലോട്ട് പോയാൽ എത്രയാണ് g/2 ജിയിലുള്ള വാല്യൂവിൻ്റെ പകുതിയാവുന്നത് എന്നായിരുന്നു. ഇനി നമ്മൾ അടിയിലേക്ക് കുഴിച്ച് പോയി കഴിഞ്ഞാൽ സർഫസിലുള്ള ജിയുടെ വാല്യൂ പകുതിയാവുന്ന ഡെപ്താണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം d/g ഈസ് ഈക്വൽ ടു 1 മൈനസ് d/r ആണ്. ഓക്കെ, അപ്പോൾ GD ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, g ഇൻറ്റു 1 മൈനസ് d/r അല്ലേ. ഓക്കെ, നമുക്ക് ഒരു ഡെപ്തിലേക്ക് പോകുമ്പം അവിടെ ജിയുടെ പകുതി വേണം. അപ്പോൾ GD നമുക്ക് എന്ത് കൊടുക്കാം, g/2 ആവട്ടെ. അപ്പം g/2 ഈസ് ഈക്വൽ ടു g ഇൻറ്റു 1 മൈനസ് d/r കിട്ടൂലേ. ഈ ജിയും വെട്ടിപ്പോവില്ലേ. അപ്പം നമുക്ക് എന്താ കിട്ടുക, 1/2 ഈസ് ഈക്വൽ ടു 1 മൈനസ് d/r കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൈനസ് ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ d/r ഈസ് ഈക്വൽ ടു, ഈ മൈനസ് ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് കേട്ടോ അത് പ്ലസ് d/r ആയത്. ഇവിടെ ഓൾറെഡി 1 ഉണ്ട്, ഈ ഹാഫ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഹാഫ് കിട്ടും. അപ്പോൾ തീർച്ചയായും d എന്തായിരിക്കും, 1 മൈനസ് 1/2 എന്ന് വെച്ചാൽ എത്രയാണ്, 1/2 തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തുള്ള ഇവിടെ ഒരു ആറുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് d ഈസ് ഈക്വൽ ടു r/2 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റും അതുപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുമാണ്. ആദ്യം നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിൻറ്റ് ഇൻസൈഡ് എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇസ് ദ വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻറ്റ്. അത് ഒന്ന് ആവർത്തിച്ച് പഠിച്ചു വെക്കുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് അല്ലെങ്കിൽ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ ആ പോയിൻ്റുള്ള പൊട്ടൻഷ്യൽ നമുക്ക് ഇതേപോലെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കലി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ V എന്ന് വിളിക്കാം. വർക്ക് ഡൺ ഓൺ യൂണിറ്റ് മാസ്, m0 എന്ന് വെച്ചാൽ യൂണിറ്റ് മാസാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കാം. അതായത് ഒരു പോയിൻ്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഈ ചിത്രം ഒന്ന് വരച്ച് പഠിക്കണം. ഞാനിവിടെ അതൊന്ന് വിശദീകരിക്കാം. ഒരു ബോഡി യൂണിറ്റ് മാസ് ഞാൻ കൊണ്ടുവരുന്നു ഇൻഫിനിറ്റിയിൽ നിന്നും P എന്ന പോയിന്റിലേക്കാണ് കൊണ്ടുവരുന്നത് വിചാരിക്കാം. അത് ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ അടുത്തുനിന്നും അല്ലെങ്കിൽ ഭൂമിയുടെ മാസാണ് ക്യാപിറ്റൽ എം കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ അടുത്തുനിന്നും r ദൂരത്തിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും അത് എയിലെത്തി ബിയിലെത്തി സിയിലെത്തിയിട്ടാണ് എന്ത് ചെയ്യുക, പിയിലെത്തുക. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നു സ്മോൾ ഡിസ്റ്റൻസ് വെൻ ദ ബോഡി m0 അല്ലെങ്കിൽ യൂണിറ്റ് മാസ് എ എന്ന പോയിന്റിലെത്തി, ഒരു ചെറിയ ഡിസ്റ്റൻസ് കൂടി നീക്കിയിട്ട് ബിയിലെത്തി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ട ഫോഴ്സ് എന്താണ്, എഫ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബോഡി ഉള്ളത് എക്സ് ദൂരത്താണെന്ന് വിചാരിക്കുക. അത് എയിലും ബിയിലും ആണെങ്കിലും dx ഡിസ്റ്റൻസ് ആയതുകൊണ്ട്, വളരെ ചെറിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നിങ്ങൾ എക്സ് ദൂരം ഈ എമ്മിൻ്റെ അടുത്ത് നിന്ന് ഇത്രയായിട്ട് എടുക്കാം, ഇത്രയായിട്ട് എടുക്കാം, നോ പ്രോബ്ലം. ഞാനത് എക്സ് ദൂരം എന്ന് എടുത്തിരിക്കുന്നു. അപ്പോൾ എക്സ് ദൂരത്ത് ഈ ക്യാപിറ്റൽ എം ഈ യൂണിറ്റ് മാസിൻ്റെ മേലെ ഉണ്ടാക്കുന്ന ഫോഴ്സ് നമുക്ക് ഗ്രാവിറ്റേഷണൽ
ഫോഴ്സ് ലോ അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 പകരം ക്യാപിറ്റൽ M m0/x² ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് x² ഇവിടെ എഴുതിയതെന്ന് അറിയാമോ? ഈ 2 മാസ് ഇപ്പോൾ ഞാനത് ഇവിടെ എത്തി എന്നാണ് എടുത്തിരിക്കുന്നത്, m0 ഇവിടെ എത്തി എന്നാണ് എടുത്തിരിക്കുന്നത്. അവിടുന്ന് ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ അടുത്ത് നിന്ന് ഇവിടേക്കുള്ള ദൂരം x ആണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ഇതാണ് ഇക്വേഷൻ. ക്ലിയർ? ഓക്കെ, ഇനി ഏത് ഫോഴ്സും ഏത് വർക്കും നമുക്ക് എഴുതാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കൂ ചെറിയ വർക്ക് ഡൺ ആണ്, ഫോർ സ്മോൾ വർക്ക് ഡൺ ആണ് കേട്ടോ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്മോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ നമുക്ക് എടുക്കാം 0, കോസ് 0 1 ആയതുകൊണ്ട് നിങ്ങൾ കാണുന്നു സ്മോൾ വർക്ക് ഡൺ dW ഇസ് ഈക്വൽ ടു എഫ് dx. ഇനി ഈ ഫോഴ്സിനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, dx അതുപോലെ എഴുതുന്നു. ഇപ്പം നമുക്ക് കിട്ടിയത് സ്മോൾ വർക്ക് ഡൺ ടു മൂവ് ദ യൂണിറ്റ് മാസ് ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് dx ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ വർക്ക് ഡൺ ആണ് കാണേണ്ടത്, അതായത് W ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. W ഇസ് ഈക്വൽ ടു അതായത് ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ അടുത്തുനിന്ന് ഇൻഫിനിറ്റ് ദൂരത്തു നിന്നും ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ അടുത്തുനിന്ന് r ദൂരത്തേക്ക്, അതാണ് നിങ്ങളിവിടെ കാണുന്ന ഇൻഫിനിറ്റി ടു r dWന് പകരം നമ്മൾ നേരത്തെ എഴുതി ഈക്വേഷൻ എഴുതുന്നു. ഇവിടെ ജിയും ക്യാപിറ്റൽ എമ്മും m0 ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, അതൊക്കെ പുറത്തേക്ക് എടുത്താൽ അകത്ത് 1/x² മാത്രമാണ് ഉണ്ടാവുക. അടുത്ത സ്റ്റെപ്പിൽ നോക്കൂ, ഈ x⁻² ഞാൻ മേലോട്ട് എടുത്തു, x⁻² dx ആണ്. നമുക്കറിയാം ഇൻ്റഗ്രൽ x⁻n dx എന്നാൽ എന്താണ്, x⁻n+1/n+1 ആണ്. അതാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ x⁻1 എങ്ങനെ കിട്ടി, x⁻2 -2+1 -1 ആണ്, അടിയിലും -2+1 -1 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ആയിരിക്കും. അതായത് W ഇസ് ഈക്വൽ ടു -GM_m0. നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് 6 ആണ്, ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. ബൈ ദ റൂൾ നമ്മൾ ആദ്യം x ഉള്ളിടത്ത് 6 കൊടുക്കുന്നു, റൂൾ അനുസരിച്ച് മൈനസ് ഇടുന്നു, പിന്നെ x ഉള്ളിടത്ത് ഇൻഫിനിറ്റി കൊടുക്കുന്നു. 1/∞ 0 ആയതുകൊണ്ട് നമുക്ക് ഈ ടേം ഇല്ലാതെയാവുന്നു. അപ്പോൾ നമുക്ക് W ഇസ് ഈക്വൽ ടു -GM_m0/1/r കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ W/m0 ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ഈ W കൊടുക്കുമ്പോൾ അവിടെ വരുന്ന ഈ m0യും ഈ m0യും ക്യാൻസലായി നമുക്ക് കിട്ടുന്നു -GM/r. ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് V ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ V ഇസ് ഈക്വൽ ടു GM/r. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. r കൂടിയാൽ പൊട്ടൻഷ്യൽ കുറയും, മാസ് കൂടിയാലും പൊട്ടൻഷ്യൽ കൂടും. അതുകൊണ്ട് ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് വരച്ച് വെക്കുക, ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നു, അതുപോലെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് അത് തന്നെ പഠിച്ചേക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയാം യൂണിറ്റ് മാസാണ് ഇൻഫിനിറ്റി എന്ന് കൊണ്ടുവരുന്നെങ്കിൽ W/m0 ആണെന്ത് പൊട്ടൻഷ്യൽ. എന്നാൽ ഇഫ് വി ആർ ടേക്കിംഗ് നോട്ട് യൂണിറ്റ് മാസ്, നമ്മളൊരു മാസ് m എടുക്കുകയെന്ന് വിചാരിക്കാം, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ m0ക്ക് പകരം നമ്മൾ W/m എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇവിടുന്ന് കണ്ടുപിടിക്കുക എത്രയാണ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു V × m ആണ്. V എന്താണ്, V എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ആണ്. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന മാസ്സാണ്. ഓക്കെ, അപ്പോൾ Vക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്താണ്, W ഇസ് ഈക്വൽ ടു GM/r ആണ്. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് V കിട്ടിക്കഴിഞ്ഞു, -GM/r എന്ന്. ഓക്കെ, അപ്പം V × m കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക, Vക്ക് പകരം -GM/rഉം എമ്മിന് പകരം എമ്മും. ദിസ് വർക്ക് ഡൺ ഗെറ്റ് സ്റ്റോർഡ് ആസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ Wന് പകരം നമ്മൾ U എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, -GM/r
എം ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ ആണ്. എന്നാൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ജി ക്യാപിറ്റൽ എം ബൈ ആർ ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്ന ഒരു പോയിൻ്റ് പറയാം. ഇവിടെ എമ്മിന് 1 കൊടുത്താലാണല്ലോ യൂണിറ്റ് മാസ് വരിക. അതാണ് ഇവിടെ ഉള്ളത്. ഫോർ എ മാസ് എം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് മൈനസ് ജി എം സ്മോൾ എം ബൈ ആർ. പൊട്ടൻഷ്യൽ വി മൈനസ് ജി ക്യാപിറ്റൽ എം ബൈ ആർ. ഓക്കെ, ഇത് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഈ നെഗറ്റീവ് സൈൻ എന്താണ് അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ എന്നാണ് ഈ മൈനസ് സൈൻ്റെ അർത്ഥം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരിക്കലും റിപ്പൽസീവ് ആവില്ല, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് എന്നാണ് ഈ മൈനസ് സൈൻ നമ്മളോട് പറയുന്നത്. ഇനി ഇവിടെ ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്, പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നത് ഇൻഫിനിറ്റിയിലാണ്. കാരണം നോക്കൂ, നിങ്ങൾ ഇത് 0 കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ ജി 0 അല്ല, ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും 0 അല്ല അല്ലേ? അപ്പോൾ പിന്നെ ഇവിടെ 0 ആവണമെങ്കിൽ ഇവിടെ എന്താവണം? ആറ് ഇൻഫിനിറ്റി ആവണം. 1/∞ അല്ലെങ്കിൽ 1 നമ്പർ ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി ആണല്ലോ 0. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നത് ഇൻഫിനിറ്റിയിലാണ് എന്ന ആ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഓൾ അതർ പോയിൻറ്റ്സ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0. വേറെ എവിടെയും അതെന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അതാണ് നമ്മളിവിടെ നേരത്തെ ഇവിടെ മൈനസ് വരുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ.